മനദഗതിനിതോ. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ വളരെയധികം പ്രത്യേകതയുള്ള സ്ഥലം തന്നെയാണ് കോവളം എന്ന് പറയുന്നത്. കാരണം കോവളത്തിൻ്റെ സൗകുമാര്യതയും പിന്നെ ഈ ബീച്ചിൻ്റെ ശാന്തതയും ഒരിക്കലും പറഞ്ഞാൽ തീരില്ല. കാരണം വിദേശത്ത് തന്നെ ഒത്തിരി പേരാണ് കാരണം ഇവിടെ സൺബാത്തിങ് അതുപോലെ തന്നെ പല പല കാര്യങ്ങൾക്കും ഹാൻഡിക്രാഫ്റ്റ്സ് അതുപോലെ അവരുടെ മനസ്സിലുള്ള ടെൻഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. സോ ഇവിടുത്തെ ഒരു കുളിർമ, ഇവിടുത്തെ ഒരു അന്തരീക്ഷം അതെല്ലാം എത്ര പറഞ്ഞാലും മതി വരത്തില്ല. കാരണം തിരുവനന്തപുരത്ത് നിന്ന് ഒരു 16 കിലോമീറ്റർ മാറി, കാരണം ജില്ലയിൽ നിന്ന് 16 കിലോമീറ്റർ മാറി ഇങ്ങോട്ട് അകത്തേക്ക് വന്നാൽ ഈ കോവളം എന്നുള്ള സ്ഥലം വളരെ പ്രകൃതി രമണീയമാണ്. പിന്നെ 2 ബീച്ചാണ്, ഈ ബീച്ചും ലൈറ്റ് ഹൗസ് ബീച്ചും. അപ്പോൾ ഈ ലൈറ്റ് ഹൗസ് ബീച്ച് ബ്രിട്ടീഷ് ഭരണകാലത്തുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരുന്ന ഈ ശാന്തതയും അതുപോലെ തന്നെ ബോഡി മസാജിങ്ങും മറ്റ് ഈ ഒരു ബോട്ടിംഗ് റൈസും എല്ലാം ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള ഒരു സൗകര്യം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ ഈ ബീച്ചിൽ അവസാനിക്കുന്നില്ല. നമുക്ക് ഏറ്റവും പ്രധാനമായ ലൈറ്റ് ഹൗസ് ബീച്ചും കൂടി കണ്ടിട്ട് തിരിച്ചെത്താം. നമ്മൾ കടലിൻ്റെ തീരത്താണുള്ളത്. അപ്പോൾ എന്തായാലും കടലുമായി ചേർന്ന് എന്തെങ്കിലും ഒരു വിഭവമായിരിക്കുമല്ലേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതൊരു സസ്പെൻഷൻ ആയിരിക്കട്ടെ. എന്തായാലും നമുക്ക് നമ്മുടെ ടേസ്റ്റ് ടൈം, നിങ്ങൾ കാത്തിരിക്കുന്ന ടേസ്റ്റ് ടൈം ഇവിടെ ആരംഭിക്കാം. വിനോദ സഞ്ചാരത്തിന് പേരുകേട്ട സ്ഥലം തന്നെയാണ് കോവളം. പക്ഷേ എങ്കിലും ടേസ്റ്റ് ടൈമിൽ എന്ത് വിഭവമാണ് നിങ്ങളെ തേടി എത്തുന്നത് നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു സീ ഫുഡ് തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബീറ്റിൽസ് എന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ബീറ്റിൽസിൽ സീ ഫുഡ്സും അതുപോലെ തന്നെ ഒരുപാട് വിഭവങ്ങളും ഉണ്ട്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ബിനുചേട്ടനാണ്. നമുക്ക് ബിനുചേട്ടൻ ഒന്ന് പരിചയപ്പെടാം. ബിനുചേട്ടൻ ഹലോ. അപ്പോൾ ബിനുചേട്ടൻ എന്ത് വിഭവമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് എല്ലാവർക്കും ഒരു ആകാംക്ഷ കാണും. അപ്പോൾ എന്തെല്ലാമാണെന്ന് തയ്യാറാക്കുന്നത്? സീ ഫുഡാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. ഓക്കെ. സീ ഫുഡിൽ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. റാള്, കൊഞ്ച്, ഞണ്ട്, ഓക്കെ, കിണവ, മീൻ, പലതരത്തിലുള്ള മീൻ, ചെറിയ മീൻ, വലിയ മീൻ, അങ്ങനെ. ഇപ്പം ഡെയിലി നമ്മുടെ അവൈലബിൾ സ്പെഷ്യാലിറ്റി അനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സീസൺ അനുസരിച്ചാണല്ലോ വിദേശീയർ ഏത് ഫിഷിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം? അവർ മെയിനായിട്ട് നമ്മുടെ മോത എന്ന് പറയൂലേ, സാൽമൺ, പിന്നെ ചെറിയ സ്നാപ്പർ, എല്ലാ ഫിഷ് ഫുഡും കഴിക്കും. പ്രോൺസ് എല്ലാം കഴിക്കാറ്. അപ്പോൾ വളരെയധികം വിഭവങ്ങൾ അടങ്ങുന്ന ബീറ്റിൽസ് ഹോട്ടലിൽ നിന്ന് ചേട്ടൻ ഇങ്ങനെ എല്ലാ ഡിഷസും ഉണ്ടാക്കാറുണ്ടെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെല്ലാം ഐറ്റംസ് ആണെന്ന് പരിചയപ്പെടുത്തുന്നത്? നമുക്കിന്ന് എന്താണ് അവൈലബിലിറ്റി നോക്കാം അവിടെ പോയിട്ട്. അപ്പോൾ ഈ കാര്യം പറഞ്ഞില്ല ചേട്ടൻ, ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് നോക്കാം എന്താണ് ചേട്ടൻ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് നോക്കാം എന്ത് മീനാണ്. അപ്പം ഇവിടെ നിന്നാണ് മീൻ എല്ലാ ദിവസവും സെലക്ട് ചെയ്യുന്നത് അല്ലേ? ഏകദേശമുള്ള മീനുകൾ ഇവിടെ. ഇത് പാരയല്ലേ? ഇവിടെ തന്നെയാണോ എല്ലാ മീനും സെലക്ട് ചെയ്യുന്നത്? ഇവിടെ തന്നെയാണ്. ഈ ഞണ്ട്, ഇത് ഇപ്പം ഞണ്ടുകളെ സെലക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇതുണ്ടോ? കാരണം എങ്ങനെ മീൻ നോക്കിയെടുക്കുന്നത്? ഞണ്ട് വലിയ തീരെ ചെറിയ വാങ്ങിച്ച അതിനകത്ത് ചത കാണത്തില്ല. കുറച്ച് ഒരു മീഡിയം സൈസ് ആണെങ്കിൽ അതിൻ്റെ ഫ്ലഷ് പാറയുടെ ഇടയിൽ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിന്ന് ഞണ്ട് വാങ്ങിക്കാം. ഓക്കെ ശരി. ഈ ഞണ്ട് വെച്ചിട്ട് ഞണ്ട് കൊണ്ടുള്ള എന്തെങ്കിലും വിഭവമായിരിക്കും. അപ്പോൾ എന്താണ് ഇന്ന് ചേട്ടൻ സ്പെഷ്യലായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്നത്? നമുക്ക് ഞണ്ട് വലിയ കറിയൊന്നും ഇല്ലാത്ത രീതിയിൽ വറ്റിച്ചെടുക്കാം. സോ എന്തായാലും ഞണ്ട് കറിയല്ല എല്ലാവരും കണ്ടാണ്. ഞണ്ട് വറ്റിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് എന്തായാലും ബിനുചേട്ടൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഞണ്ടെല്ലാം വാങ്ങിച്ചിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാം. സോ അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കാം.